മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇത് അനേക മക്കൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. സ്വദേശത്തും വിദേശത്തും കുടുംബത്തിലും കൂട്ടായ്മയിലും ഇടവകയിലും സമൂഹങ്ങളിലും ഒക്കെ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ദാഹം വർദ്ധിച്ചു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ണീശോ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വചനമാകുന്ന യേശു നമ്മുടെ അടുത്തേക്ക് വരികയാണ്. സ്നേഹമാകുന്ന യേശു നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നീ രോഗിയാണോ? നിന്റെ രോഗം മാറ്റാൻ. നീ കടബാധ്യതയിലാണോ? നിന്റെ കടങ്ങൾ എടുത്തു മാറ്റാൻ ഇതാ ഈശോ നമ്മുടെ പക്കലേക്ക് വരികയാണ്. ഇതാ കർത്താവ് തരുന്ന വചനം ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 16-ാം വാക്യം. അവർ അതിവേഗം പോയി ജോസഫിനെയും അമ്മയായ മറിയത്തെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെയും കണ്ടു. ശ്രദ്ധിച്ചേ, വിശുദ്ധനായ യോസേപ്പ് പിതാവിനെയും മാതാവിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെയും കണ്ടു. മകളെ, നമ്മുടെ ജീവിതത്തിൽ മലിനമായതും നിർമ്മലമായതും നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണ്. എപ്പോൾ കാണുന്നു, എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രക്ഷ കാണുവാനായിട്ടുള്ള കണ്ണ് തുറന്നു തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് പറയുന്നു, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന്റെ കാരുണ്യവും സ്നേഹവും ധാരാളമായി അനുഭവിക്കുന്ന ദിവസങ്ങളാണ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും അത് ഷെയർ ചെയ്യുന്നവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അനേക മക്കളിലേക്ക് ഷെയർ ചെയ്യുക. ധാരാളം കുടുംബങ്ങളിൽ പുൽക്കൂടുകൾ ഉണ്ടാകട്ടെ. അങ്ങനെ ഈശോ നമ്മെ കണ്ടുകൊണ്ട് ആനന്ദിക്കട്ടെ. നമുക്കൊരു സുഹൃദയപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവേ, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവേ, സ്നേഹ അഗ്നിയാൽ എന്നെ പ്രകാശിപ്പിക്കണമേ, എന്നെ പ്രകാശിപ്പിക്കണമേ. ഈ പുൽക്കൂട്ടിൽ നിന്ന് നിന്റെ ഭവനത്തിലേക്ക് സ്നേഹത്തിന്റെ അഗ്നി കടന്നു വരികയാണ്. നിന്റെ ഹൃദയം, നിന്റെ കുടുംബം, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർമ്മലമായ പ്രഭാതം, സൽപ്രവർത്തികളിൽ നിന്ന് ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്താണ് ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നത്? ഈശോ ഇന്ന് ഇങ്ങനെ പറയുകയാണ്: മടി, അലസത, അതുപോലെ തന്നെ ക്ഷീണം, ഇവയെല്ലാം ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പുൽക്കൂട്ടിൽ ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.